ഈ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ UDF ജയിക്കുമെന്നുള്ള പ്രതീതിയിൽ മുഖ്യമന്ത്രിയെ വരെ തീരുമാനിക്കുന്ന അവസ്ഥയിലായി. അപ്പോൾ അങ്ങനെ ഒരു ഇടതുപക്ഷത്തിനൊരു ഒരു ഒരു പിന്നോട്ടടി ഉണ്ടെന്ന് അവർക്ക് പോലും തോന്നുന്നൊരു സാഹചര്യം ഈ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷനാണോ അതൊരു ചിന്ത വരാൻ കാരണം? മെയ് 4-ാം തീയതി വരെയുള്ള ഒരു ബിൽഡപ്പാണത്. വെറുതെ ഒരു ബിൽഡപ്പ് നടത്തി വയ്ക്കുക. ഞങ്ങൾ അധികാരത്തിൽ വരും, ഞങ്ങൾ അധികാരത്തിൽ ആർക്ക് വേണമെങ്കിലും അത് അവകാശപ്പെടാം. ഈവൻ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് വരെ ഞാൻ ജയിക്കുമെന്ന് അവകാശപ്പെടാം മെയ് 4-ാം തീയതി വരെ. ഇല്ലേ? അത് ജെനുവിനാണ്, ലെജിറ്റിമേറ്റാണ് അങ്ങനത്തെ ഒരു ക്ലെയിം. ഞാൻ ജയിക്കും. പിന്നെ എണ്ണിക്കഴിയുമ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും ജയിക്കുന്നത്. അപ്പോൾ ഇത്തരം ബിൽഡപ്പ് അവരവരുടെ അണികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ വായിച്ച് ശ്രദ്ധിച്ചോ, ഒരു സ്ഥലത്തും ഞാൻ കേരളം തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരൊറ്റ അക്ഷരം വേണ്ടിയിട്ടില്ല. ഇതിന് കാരണം ഇത് നമ്മുടെ പേഴ്സണൽ റിലേഷൻസിൽ പല പ്രശ്നങ്ങൾ വരും. കേരളത്തിൽ മത്സരിക്കുന്നവരിൽ ഒരു 16 BJP സ്ഥാനാർത്ഥികൾ പേഴ്സണലി എനിക്കറിയാവുന്നവരാണ്. LDFിലെ 2 സ്ഥാനാർത്ഥികൾ പേഴ്സണലി എനിക്ക് നല്ല അടുപ്പമുള്ളവരാണ്. UDFിൽ 3 പേര് എനിക്ക് പേഴ്സണലി അടുപ്പമുള്ളവരാണ്. ഞാനൊരു തിരഞ്ഞെടുപ്പ് വിശകലനം നടത്തിയിട്ട് ഇന്ന ആൾ ജയിക്കും, ഇന്ന ആൾ തോക്കും, ഇന്ന സീറ്റിൽ ഇന്ന ആൾ ജയിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ 16, 5, 21 പേര് എൻ്റെ സുഹൃത്ത് വലയം അതെനിക്ക് നഷ്ടപ്പെടും അനാവശ്യമായി. അവർക്കും അറിയാം ഞാൻ നടത്തുന്നത് ഒരു പൊളിറ്റിക്കൽ കമൻട്രിയാണ്, അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുമെങ്കിലും കുറച്ച് കഴിഞ്ഞ് എന്നാലും ആ ചേട്ടൻ പറഞ്ഞല്ലോ ഇങ്ങനെ തോന്നും മനസ്സിൽ. ഇത് മനുഷ്യ സ്വഭാവമാണ്. ഇതിൻ്റെ കൗണ്ടറാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടിയോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നവർ. ഇപ്പോൾ BJPയിലെ ആൾക്കാർ BJP അടിച്ചു കയറി വരും. ഇത്തവണ 2 ഡിജിറ്റ്. നമ്മൾ ഭരണത്തിൽ വരില്ല, പക്ഷെ ആര് ഭരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും എന്നൊക്കെ പറയാം. ഇത് പറയാനൊരു പ്രയാസമില്ല, ഇങ്ങനെ അങ്ങ് തട്ടിവിടാം. എണ്ണിക്കഴിഞ്ഞ് ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞവർ വന്ന് ചോദിക്കാനും പോകുന്നില്ല. ചേട്ടനല്ലേ പറഞ്ഞത് നമ്മൾ നിർണായക ശക്തിയാകും, തേങ്ങയാകും എന്ന് പറഞ്ഞു. ഇപ്പം എന്തായി എന്നാരും ചോദിക്കാൻ പോണില്ല. കാരണം പറയുന്ന എനിക്കും കേൾക്കുന്ന അവർക്കും അറിയാം ഇത് ഗുണ്ടാണ്. കാരണം പെട്ടി തുറക്കുമ്പോൾ വേറെ ആയിരിക്കും സിറ്റുവേഷൻ. പക്ഷേ ആ ഗുണ്ട് കേൾക്കുമ്പോഴുള്ളൊരു സുഖം, അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. 2 മുന്നണികളും പറയുകയാണ് ഞങ്ങൾ അധികാരത്തിൽ വരും എന്നുള്ളത്. BJP ഇത് പറയുന്നുണ്ടല്ലോ, അധികാരത്തിൽ വരുമെന്നല്ല അവർ പറയുന്നത്. ഞങ്ങൾ നിർണായക ശക്തിയാണ്, ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. തൂക്ക് മന്ത്രിസഭയായിരിക്കും. അത് നല്ലൊരു ഇതല്ലേ, കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടാവാത്തൊരു സ്ഥിതിയാണത്. അപ്പോൾ അത് അവർക്കും അത് ക്ലെയിം ചെയ്യാം, അവരുടെ ആൾക്കാർക്ക് അത് സന്തോഷിക്കാം. മെയ് 4 വരെ. മെയ് 4 കഴിഞ്ഞും അവർ സന്തോഷിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കതിൽ തിരക്കിടൊന്നുമില്ല. എത്രയോ കാലമായി BJP ഒരു ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. നിർണായക ശക്തിയാവുക, ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ട ഒരു അവസരം വരിക നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു 10-18 BJP MLAമാരുണ്ടെന്ന് വെച്ചോ, ആര് ഭരിക്കണമെന്ന് പോലും അവർ തീരുമാനിക്കണ്ട. അവരിത് പറഞ്ഞാൽ മതി, നിങ്ങൾ ആര് വേണമെങ്കിൽ ഭരിച്ചോ, ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ നിങ്ങളെ ഇറക്കി വിടും. എപ്പോഴാണോ ഈ ഒരാൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് അതിനെ ഒന്ന് താങ്ങിക്കൊടുത്താൽ ആ മന്ത്രിസഭ താഴെ വിടും. ആ രീതിയിൽ ടെൻഡർ ഹുക്സിൽ നിർത്തിയിട്ട് ഭരിപ്പിക്കാൻ പല രീതിയിൽ ഈ നിർണായക ശക്തിയായിട്ട് കഴിയാൻ പറ്റും. അങ്ങനെ കഴിഞ്ഞാൽ അത് ഭരണത്തേക്കാൾ സുഖമുള്ള ഏർപ്പാടാണത്. ഭരണമില്ലാതെ പവർ എക്സർസൈസ് ചെയ്യാൻ. കാരണം ഇവനെ ആരും പിണക്കില്ല, ഇവൻ പിണങ്ങിയ പ്രശ്നമാണ്. അല്ല, ഭരണത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും വേണ്ട.